എൻ്റെ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത മഞ്ഞളാണ്. നല്ല നാടൻ മഞ്ഞൾ. ഇത് വൃശ്ചിക മാസം ഒടുവാണ് പറിച്ചെടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം മഴ കൂടുതൽ നീണ്ടു നിന്നതിനാൽ ധനുമാസത്തിലാണ് പറിച്ചെടുത്തിട്ടുള്ളത്. നല്ല നാടൻ മഞ്ഞളായതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറേ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും. നമ്മുടെ കറികളിലൊക്കെ ചേർത്താൽ വലിയ ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഈ മഞ്ഞൾ. നല്ല തടിയൻ മഞ്ഞളാണ്. ഇതിൽ വളമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വിത്തിനായിട്ട് എടുത്തു വയ്ക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് കുറേ മഞ്ഞൾപ്പൊടി ഉണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള കൃഷിക്കായിട്ട് വേണ്ടിയിട്ടാണ് ഇത് വിത്തായി സൂക്ഷിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ വിത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത്, എപ്പോഴാണിത് നടുന്നത് എന്ന് പരിചയപ്പെടുത്താം. തൊടിയിലെ തണുപ്പുള്ള ഭാഗം നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം ഈ വിത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പറമ്പിലെ ഒരു മുക്കിലാണ് ഞാനത് ചെയ്യുന്നത്. ഇങ്ങനൊരു വട്ടത്തിലൊരു തടമാണ് എടുത്തിട്ടുള്ളത്. കിളച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പാണ്, വെയിലങ്ങനെ ഏൽക്കില്ല. ഇനി ഈ ഒരു കുഴിയിലാണ് ഞാൻ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുഴിയിൽ ഈ മഞ്ഞൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ മണ്ണിടാൻ പോവുകയാണ്. എല്ലാ മണ്ണും ഇട്ട് മൂടിയ ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്ക് മഴ നനയാതിരിക്കാൻ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ. എൻ്റെ മീതെ ഒരു വെയിറ്റ് കൂടി വെക്കാം. എന്ത് വേണമെങ്കിലും വെക്കാം, പട്ടയോ പിറകോ. ഞാനിവിടെ തെർമോക്കോളിൻ്റെ ഒരു പഴയ ഒരു സംഭവമാണ് ഇതിൻ്റെ മേലെ വെയിറ്റിനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇത് കുഴിച്ചിടാൻ പോകുന്നത് മേടമാസത്തിലാണ്. ഇപ്പോൾ ധനുമാസമായി. അപ്പോൾ ഇനി മേടമാസത്തിലാണ് ഇത് വലിയ വലിയ വരമ്പുകൾ ഉണ്ടാക്കി അതിൽ നട്ടുകൊടുക്കാൻ പോകുന്നത്. മലഞ്ചെരുവുകളിൽ ധാരാളം ഉണ്ടാവുന്ന ഒരു തരം ഇഞ്ചിയാണിത്, ചെറു ഇഞ്ചി. ഇതിൻ്റെ ഔഷധം വലിയ ഇഞ്ചിക്ക് ഉണ്ടാവുകയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഈ ചെറിയ ഇഞ്ചിയാണ് കൃഷി ചെയ്യുന്നത്. ഇനി ഇത് വിഷുവിനാണ് കുഴിച്ചിടുക. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഞാൻ സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടുത്താം. ഇഞ്ചി കുഴിച്ചിടുന്നതിനായിട്ട് ഒരു കുഴി എടുത്തിട്ടുണ്ട്. എൻ്റെ മുള്ളാത്ത മരത്തിൻ്റെ താഴെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വീട്ടാവശ്യത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. വീട്ടാവശ്യത്തിനുള്ളതാണ് ഈ കുഴിയിൽ ഇടുന്നത്. മേലെയും ഒരു പ്ലാസ്റ്റിക് ചാക്ക് വിരിക്കുകയാണ് മഴ നനയാതിരിക്കാൻ. എന്നിട്ട് അതിൻ്റെ മേലെയാണ് മണ്ണിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. മാസത്തിലൊരു തവണയൊക്കെ എടുത്താൽ മതി. ഇത് മണ്ണിട്ട് മൂടി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ പ്ലാസ്റ്റിക് ചാക്ക് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതിയാവും. ഉള്ളിൽ നിന്ന് ഇഞ്ചി ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ മേലെ 2 പട്ട വയ്ക്കാം. പെരിച്ചാഴി പോലുള്ള ജീവികളൊന്നും മാന്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതിൻ്റെ മേലെ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത്. വിത്തിനുള്ള ഇഞ്ചി നല്ലത് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. ഇത് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്, വിത്തായിട്ട് സൂക്ഷിക്കുന്നത്. നമ്മൾ പറിച്ച് നടുന്ന സമയത്ത് വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ നടുന്നത്, മേടമാസത്തിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ കഷ്ണങ്ങളായി എടുത്ത് കുറേ ഭാഗത്ത് ഇത് നടാനുള്ള വിത്ത് ഇതിലുണ്ട്. ഇനി വിത്ത് കുഴിച്ചിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിത്തിനുള്ള ഇഞ്ചി നടുന്നത് നല്ല തണുപ്പുള്ള സ്ഥലത്തായിരിക്കണം. വാഴ കൂട്ടത്തിൻ്റെ താഴെയാണ് ഞാനിവിടെ കുഴിയെടുത്തിട്ടുള്ളത്. വിത്തിന് കുറച്ചിട്ട ശേഷം അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് വീണ്ടും ഇങ്ങനെ വിരിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിൻ്റെ മീതെ വീണ്ടും ഇഞ്ചി ഇടുക. ഇങ്ങനെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. മീതെ മണ്ണിടുക. പോവുകയാണ്. മേടമാസം വരെ ഈ തപ്പത്ത് ഇതിങ്ങനെ കിടക്കും. ഒരു കേടും വരില്ല. അപ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം.
വിരിച്ച ശേഷം മണ്ണിട്ട് നല്ലപോലെ മൂടിക്കൊടുക്കാം. ഉണ്ണിച്ചേമ്പും കൂവയും പറിച്ചെടുത്ത ശേഷം അതിൻ്റെ അമ്മമാരെ ആ കുഴിയിൽ തന്നെ വീണ്ടും കുഴിച്ചിടുകയാണ് ചെയ്യുക. വിത്ത് സൂക്ഷിക്കാറില്ല. ഈ സമയത്താണ് ഇത് പറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ തായ്ച്ചെടിയെ ആ കുഴിയിൽ തന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതാത് സമയത്ത് അത് മുളച്ച് വീണ്ടും ഉണ്ടായിക്കോളും.